കരുണയോടെ സകലരെയും കരകയറ്റിടുവാൻ പാദസന്നിധി ചേർക്കാം. അവതരിച്ച വചനമേ യേശുനാഥനെ ലോകപാപമോചക ദിവ്യകാരുണ്യമായി ഓസ്തിയിൽ വാഴാം. താണിറങ്ങിയ രാജനെ ദൈവസൂനുവേ ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓസ്തിരൂപനേശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. സ്നേഹരൂപനേശുവേ ആരാധന. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഒരു കഥ കേട്ടത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. കോടതിയിൽ ഒരു കേസിന്റെ വിചാരണ നടക്കുകയാണ്. പ്രതി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു. അയാൾ പലപ്പോഴായി സ്ഥാപനത്തിൽ നിന്നും വലിയൊരു തുക തട്ടിയെടുത്തിരുന്നു. വിചാരണ അവസാനിച്ചപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടു. പ്രതി നോക്കിയപ്പോൾ ജഡ്ജി തന്റെ ആത്മമിത്രമാണ്. അദ്ദേഹം തന്നെ ശിക്ഷിക്കാൻ വിധിക്കുകയില്ല എന്നാൽ പൂർണ്ണമായും വിശ്വസിച്ചു. നീതിമാനായ ന്യായാധിപൻ ഇങ്ങനെ വിധിച്ചു: ഒന്നുകിൽ അയാൾ തട്ടിയെടുത്ത തുകയുടെ ഇരട്ടി തുക പിഴ അടയ്ക്കണം, അല്ലാത്ത പക്ഷം 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. പിഴയടയ്ക്കുവാൻ ഇദ്ദേഹത്തിന് നിർവാഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനായി ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിലെത്തിയപ്പോൾ ജയിൽ സൂപ്രണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതില്ല, നിങ്ങൾ അടയ്ക്കേണ്ട പിഴ ജഡ്ജി അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ ദൈവം നമുക്കായി ചെയ്തതും? ആദം ചെയ്ത തെറ്റിനാൽ മാനവരാശി മുഴുവനും ശിക്ഷയ്ക്ക് അർഹരായിത്തീർന്നു. അതിന് പകരമായി ദൈവം തന്റെ ഏകപുത്രന്റെ രക്തമാണ് മറുവിലയായി നൽകിയത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ദൈവനാമം മാത്രം ബോധപ്പെടുമാറാകട്ടെ. ദൈവമേ, നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ. ആമേൻ.